നാമത്തിന് മഹത്വം. വലിയവനായിരിക്കുന്ന ദൈവം വീണ്ടും ഈ നല്ല രാവിലെ സമയം ദൈവസന്നിധിയിൽ ഇങ്ങനെ വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കി തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കർത്താവിൻ്റെ ദാസൻ ജി ബി പള്ളിപ്പാടിൽ നിന്നും നല്ല
ആലോചനകളെ കേൾക്കുവാനായിട്ട് ദൈവം നമ്മളെ കൃപ ചെയ്തു. നല്ല ക്രിസ്തു ശിഷ്യൻ എപ്രകാരമായിരിക്കണം എന്നുള്ളത് ശനിയാഴ്ചയും അതുപോലെ തന്നെ ഇന്നലെ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ വിശുദ്ധി അത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള വസ്തുതയും നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകാൽ വീണ്ടും കർത്താവിൻ്റെ ദാസനെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും തന്നിലൂടെ നല്ല ദൈവികാലോചനകളെ 2 സെഷനിലായി കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൃപ ചെയ്യട്ടെ. ദൈവാത്മാവ് ആ വിധത്തിൽ ദാസനെയും എടുത്ത് ഉപയോഗിക്കട്ടെ. 11:15 വരെയുള്ള സമയം ആദ്യത്തെ സെഷനായിട്ട് നമുക്ക് വേർതിരിക്കാം. ഇന്നത്തെ മീറ്റിംഗ് ഗ്ലാഡിച്ചൻ പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളെ ആരംഭിക്കാം. Our loving Heavenly Father God, thank you for enabling us to come in your presence of Father God this morning time as we have gathered in the presence of Father God to learn from thy word of Father God. Father God, as we have been praying about this meeting of Father God for the past few weeks of Father God, thank you Father God for enabling all this 2 days of Father God to happen successfully of Father God, and as today is the last day of Father God, whatever we have been learning of Father God from the word of Father God, help us not just to listen and forget of Father God, but help us also to lead our life as well, Father, according to thy words, of Father God. We especially pray for the brother as well, Father God, whatever that thou hast planned to teach us today through brother of Father God. Help us also to understand and grasp everything as well, Father. We even pray for the brother who will be translating as well, Father God. We pray that you might give them the correct words as well, Father God. Once again, Father, we ask all this in the highly exalted and sweet name of our Lord Jesus Christ. Amen. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. To give greetings to everyone in the name of our Lord Jesus Christ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാനും വചനം ധ്യാനിപ്പാനും ഒക്കെ അവസരം ലഭിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the opportunity we all had in the last couple of days to meditate from His Word. എല്ലാവരും ബാഡ്മിൻ്റനൊക്കെ കളിച്ച് ക്ഷീണം മാറി എന്ന് വിചാരിക്കുന്നു. I believe all the tiredness from the badminton yesterday has been removed. നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. As we are sitting in His presence, let us sit with a prayerful mind. ആര് സംസാരിക്കുന്നു എന്നുള്ളതല്ല, കർത്താവ് നമ്മളോട് ഇടപെടാൻ വേണ്ടിയിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Let us continue to pray that the Lord keeps interacting with us. കർത്താവിൻ്റെ ശബ്ദം കേട്ടാൽ മാത്രമേ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്നു എന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് പ്രയോജനമുള്ളൂ. And it is only useful to sit in His presence when we are conscious about the fact that His voice is there and we must listen to it. മാത്രമല്ല അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. And that voice we must keep on meditating upon it. നമുക്ക് അതാത് സമയങ്ങളിൽ വേണ്ടിയ ആത്മീക ശക്തി ഈ ആത്മീയ ആഹാരത്തിലൂടെയാണ് ലഭിക്കുന്നത്. And we get spiritual strength in our life from the spiritual food that we eat. ഒരു പക്ഷേ ഇന്ന് കേൾക്കുന്നത് നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കാം. Today perhaps you hear something, after a month you may forget about it. പക്ഷെ നാം അത് ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഗുണം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. But if you don't just get the spiritual food, we also digest it, keep on meditating upon it, then the nutrition of that spiritual nutrition you will be able to enjoy. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താണ് ഭക്ഷണം കഴിച്ചതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മറന്നു പോകാം. And you may forget what you ate last week. പക്ഷേ ആ കഴിച്ചതിൻ്റെ ശക്തി നമ്മളിലുണ്ട്. But the strength of what you ate, that is there in your body. നമ്മൾ അറിയാതെ തന്നെ ആ ശക്തി എൻജോയ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. And even though we don't know it consciously, but we are taking advantage of that strength. അതിന് ശക്തി ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കണം. And if you want to know what will happen if you don't eat food, then you will know the lack of strength. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം നാം എപ്പോഴും കേൾക്കുകയും
ധ്യാനിക്കുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ചൈതന്യവും ശക്തിയും നൽകി തരുന്നതാണ്. So as we keep on meditating from God's word and get the spiritual food, it gives us spiritual strength. നമ്മൾ ഇന്നലെ നിർത്തിയിടത്തു നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. And I want to begin where we ended yesterday. ഇന്നലെ നമ്മൾ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാണ് ഇന്നലത്തെ ലാസ്റ്റ് സെഷൻ അവസാനിപ്പിച്ചത്. The last session ended with a holy life. ഒരു പക്ഷെ വളരെ കോമൺ ആയിട്ടുള്ളൊരു വിഷയമായിരിക്കാം ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. And this topic is a very familiar topic for us. പക്ഷേ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. But it is a topic that is very relevant for the current time. കാരണം വിശുദ്ധിയും അശുദ്ധിയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത്. Because we are living in a time when there is no clear distinction between holy and unholy. എല്ലാം ഇടകലർന്ന് പോയിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ We ജീവിക്കുന്നത്. are living in a relative times where everything is relative. എസ്രായുടെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം ഓർമ്മയിൽ വന്നതൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എസ്രായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം. Ezra chapter 9. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് ഇങ്ങനെയുണ്ട്, ഇടകലർന്നു പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇന്റർമിങ്കിൾഡ് അല്ലേ? So that the holy seed is mixed with the peoples of those land. Yeah. So അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. We know the context of this. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളിലും വിശുദ്ധിയും അശുദ്ധിയും വേർതിരിക്കാൻ പറ്റാത്ത നിലയിൽ ഇടകലർന്നു പോയ പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. We are all living through times when there is a lot of mixing that is happening between holy and unholy. അതുകൊണ്ട് തന്നെ പലതും നോർമലാണ്. ഇന്നത്തെ ഒരു ടെർമിനോളജിയാണ് ന്യൂ നോർമൽ എന്ന് പറയുന്ന വാക്ക്. And therefore we are seeing many things being normalized, and the tolerance for many things has increased a lot. ഒരു കാലത്ത് നമ്മൾ അബ്നോർമൽ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് ന്യൂ നോർമൽ എന്നുള്ള പദത്തിലാണ് അറിയപ്പെടുന്നത്. The things which were considered abnormal long days past, it is now considered as being normal. നമ്മുടെ മാധ്യമങ്ങളിലൂടെയും മറ്റ് ഇതരമായ കാര്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. And we can understand this from the media and the culture. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജനറേഷൻ വളരെ ഒരു കൾച്ചറൽ പ്രഷർ ഫേസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. And so today's generation, they are facing a lot of cultural pressure. നിങ്ങൾ ഹെയ്സ് കോഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ? Have you heard of Hays Code? Anyone? ഹെയ്സ് കോഡ്? ഹെയ്സ് കോഡ് എന്ന് പറയുന്നത് ഈ ഹോളിവുഡ് ഫിലിമിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെൻസർ ബോർഡിന്റെ ഒരു പേരാണ് ഹെയ്സ് കോഡ്. So there was a code that censored the Hollywood movies. I think 1930s ആ കാലഘട്ടങ്ങളിൽ ഫോം ചെയ്ത ഒരു കോഡാണ് ഹെയ്സ് കോഡ്. And this was formed in the 1930s. അത് എന്തിനായിരുന്നു ചോദിച്ചാൽ അന്ന് ഇറങ്ങുന്ന മൂവീസ് മോറൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്ത് മാത്രമേ മൂവീസ് ഇറക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇത് ഹെയ്സ് കോഡ് എന്ന് പറയുന്നത്. And it was a set of guidelines which ensured that the movies would follow a certain standard, a moral standard. അതിൽ സെക്ഷൽ കണ്ടന്റ്, അഡൾട്ടറി, പ്രോസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. And the things related to sexual content or adultery and prostitution should not be shown in the movie. അതുപോലെ ക്രിമിനൽ ആറ്റിറ്റ്യൂഡ്, വയലൻസ് ഇതൊക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് അവർ അത് ചെയ്തിരുന്നത്. And even scenes of violence were shown with much restriction. ഇനി എന്തെങ്കിലും അങ്ങനത്തെ ക്രിമിനൽ ചിത്രീകരണം ഉണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റും അതിനകത്ത് തന്നെ കാണിക്കണമെന്നുണ്ട്. And if there was a criminal activity going on, the movie should also show that is being punished. ഞാൻ പറയുന്നത് ഹോളിവുഡ് ലൈക്ക് അമേരിക്കൻ ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. I'm talking about this was for the Hollywood movies. നമ്മൾ ഇന്ന് കാണുന്നത് എല്ലാം ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്. മിക്കവാറും കാര്യങ്ങൾ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. Many of the culture that we see outside, it is originating from the West. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു 1930s 34 ആ കാലഘട്ടത്തിൽ. But in the 1930s, even there was this kind of a censure system. എന്നാൽ ചില വർഷങ്ങൾക്ക് ശേഷം അതിന് മാറ്റം വന്നു.
But over the years, we have seen that has changed. ആ ഹേസ് കോഡ് റീപ്ലേസ് ചെയ്തു, ലൈക്ക് വേറൊരു ഫിലിം റേറ്റിംഗ് സിസ്റ്റം വന്നു. Hayes Code was replaced, and another film rating system came. കാരണം യുനോ മൂവീസിന് വേണ്ടത്ര ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുന്നില്ലെന്നും ബാക്കി ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് സാഹചര്യം വന്നു. And so the circumstance was the movies were not closer to real life. That was the reason given, and so they changed the system. സോ അവിടെ നിന്ന് ഇന്ന് നമ്മളുടെ സിസ്റ്റം, കൾച്ചർ, യുനോ മീഡിയ ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് തന്നെ ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. And you can imagine the difference where we are today compared to that. സോ ഒരു കാലത്ത് ഈവൻ മൂവി പോലും എത്രമാത്രം നിയന്ത്രിക്കപ്പെട്ടിരുന്നു എന്നുള്ളതും, ഇന്ന് മൂവി അല്ല ജീവിതവും യുനോ നമ്മുടെ കുടുംബങ്ങളും ഒക്കെ എത്രമാത്രം ഒരു വേഴ്സ് സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. We can see the difference in long past. Even the movies were such controlled manner. From there we have come to a situation where even our real life has become in a much worse state. ഇവിടെയാണ് ഈ വിശുദ്ധ ജീവിതത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. This is where this concept of a holy life comes. ഇവിടെയാണ് വേർപെട്ടിരിക്കേണ്ടുന്ന ജീവിതത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. This is where we realize what it means to have a separated life. ലോകം വളരെ ഫാസ്റ്റ് ആയിട്ട് അശുദ്ധിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. And the world is promoting unholiness, uncleanness in a very fast way. അങ്ങനെയുള്ള ഒരു കൾച്ചറിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. And we are living in that culture. നമ്മൾ പോലും അറിയാതെയാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. And we are not even conscious of how this is changing us. നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. Our thoughts are being influenced. നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വണ്ണം നമ്മളുടെ തോട്ട് പ്രോസസ്സും നമ്മുടെ ആക്ടിവിറ്റീസും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. And even we cannot control many of our thoughts and habits. ഇവിടെയാണ് ദൈവം ആരാണെന്നും ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താണെന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതത്തിന്റെ ഡെപ്ത് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. This is where we must understand what is the moral standard or the standard of holiness that God expects in us. നമുക്കറിയാം, ഇന്ന് നമ്മൾ പല ചെറുപ്പക്കാരോടൊക്കെ പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു റെസ്പോൺസ് വരുന്നത് അതിനിപ്പോൾ എന്താ കുഴപ്പം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ഇവിടെ പോയാൽ എന്താ കുഴപ്പം, ഇങ്ങനൊരു ചോദ്യം നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ കേൾക്കുന്നവരാണ്. And often we hear this question from youngsters about what is the problem if just doing this, what is the problem if we go there. ഒരു പക്ഷേ ഇനിഷ്യലി അതിൻ്റെ അപകടം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല, പക്ഷേ അതിൽ അപകടമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുത്, പോകരുത് എന്ന് നമ്മൾ പറയുന്നത്. And they may not understand right now what is the danger associated with that, but because there is danger in that, that is why they are being told not to go there. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. In the scripture we read, we are aware of the deceitful tactics of Satan. പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനെതിരെ പോരാടാനും പറ്റത്തില്ല. If you do not know how Satan operates, then you would not be able to resist him. So സൈറ്റന്റെ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ പിശാചിന്റെ നിയന്ത്രണം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെതിരെ ജീവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് ഉയർത്താനായിട്ട് പറ്റുന്നത്. And only if we realize how Satan is affecting, influencing our culture and affecting us, only then would be able to resist him and maintain a holy life. നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. And there are all chances of slipping and falling unless we are cautious. അതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം, കർത്താവേ, ഈ ദുഷ്ടത നിറഞ്ഞ പാപം നിറഞ്ഞ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. And so we need God's grace to be able to live in this evil generation in a holy manner. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. 1 പത്രോസ് 1-ാമത്തെ അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. 1 Peter chapter 1, 15 and 16.
2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം കൂടെ വായിക്കും. Therefore, having these promises, beloved, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. Here we read, perfecting holiness in the fear of God. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നാണ് നമ്മൾ വായിച്ചത്. In Peter we read, be holy for I am holy. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവഭയത്തിൽ വിശുദ്ധിയെ നമ്മൾ തികച്ചുകൊള്ളണമെന്ന് നാം വായിക്കുന്നു. And in Corinthians we read, you must perfect holiness in the fear of God. ഇന്നലെ നമ്മൾ കണ്ടു ഈ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു. Yesterday we looked at what it means to live a holy life. ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് വേർപെട്ടിരിക്കണം എന്നുള്ളതാണ്. It means to separate yourself from the system of this world. എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു അവർ ഇടകലർന്നു പോയി. നമ്മൾ ലോകവുമായി ഇടകലർന്നു പോകുവാൻ പാടില്ല. And in Ezra we saw how the holy seed was mixed with the people. We must not get mixed. നാം ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ലോകത്തെ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. We are living in this world, but we cannot live like the world. ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു സന്യാസ ജീവിതമല്ല, ഇവിടെ നിന്നൊക്കെ ഒളിച്ചോടി മലയുടെ മുകളിലോ ഒന്നും ഇല്ലാത്തിടത്തോ പോയി ജീവിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് ഇതിന്റെ നടുവിൽ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നാം വിശുദ്ധിയോടെ ജീവിക്കേണ്ടുന്ന ആവശ്യമുണ്ട്. It doesn't mean that you become a hermit or a monk living in the hills. It means you are living here, but you are separating yourself from the evil generation. റോമാലേഖനം 12-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് ഫെമിലിയർ ആണ്, അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. Romans 12 verse 1. അടുത്ത വാക്യം കൂടെ. ഓക്കെ, ഈ ലോകത്തിന് അനുരൂപപ്പെടരുതെന്നാണ് നമ്മൾ വായിക്കുന്നത്. In verse 2 we read, do not be conformed to this world. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് പറഞ്ഞത് എന്താ, ഞാൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു എന്നാ, ലോകത്തെ സ്നേഹിച്ചു എന്നാ കർത്താവ് പറയുന്നത്. And we know that God loved the world. That's what Jesus said. സോ ഈ രണ്ട് ലോകത്തിന്റെ വ്യത്യാസം എന്താ നമുക്കറിയാം. And the world there and the world here, we know the difference. അവിടെ ജനത്തെക്കുറിച്ചാണ്, മനുഷ്യരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. When he loved the world, it's talking about the people in the world. എന്നാൽ ഈ വാക്യത്തിൽ പറയുന്ന ലോകം എന്ന് പറയുന്നത് ലോകത്തിന്റെ സിസ്റ്റത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ പാറ്റേണിനെ കുറിച്ചാണ് പറയുന്നത്. But here the word it represents the system or the pattern of this world. സോ ഈ പാറ്റേണിനോട് അനുരൂപപ്പെടരുതെന്നാ പറയുന്നത്. So it's saying, do not get conformed to the world. എസ്രായുടെ പുസ്തകത്തിൽ കണ്ടത് ഇതാ, അവർ അനുരൂപപ്പെട്ടു, ലോകത്തിന്റെ സിസ്റ്റത്തോട് അനുരൂപപ്പെട്ടു. And in Ezra we read that they became like the people. സോ അവിടുത്തെ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അന്യജാതിക്കാരിൽ നിന്ന് വിവാഹം ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേൽ ജനം അത് ചെയ്തു, അതുകൊണ്ടാണ് ഇടകലർന്നു പോയി എന്ന് വായിക്കുന്നത്. And there the context is about intermarriage with the people of the land, and the children of Israel did that. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിൽ പലപ്പോഴും ലോകത്തോട് അനുരൂപപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. And so in various circumstances it is possible for you to become like the world. 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം എന്നാണ് വായിക്കുന്നത്. And it says in verse 1 of chapter 12, by the mercies of God, that you should present your bodies as a living sacrifice, holy and acceptable. സോ ദൈവം പ്രസാദിക്കുന്ന ഒരു യാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം. And this is a sacrifice that is acceptable to God. ആ യാഗം എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണമെന്നുള്ളതാണ്. And that sacrifice is your own bodies you are submitting as a living sacrifice. ദൈവത്തിന് പ്രസാദമല്ലാത്ത യാഗം എന്താണ്? What is the sacrifice that is not acceptable to ഈ God? ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമില്ലാത്ത നമ്മുടെ ജീവനും അല്ലെങ്കിൽ നമ്മുടെ ശരീരവും ജീവനും ഒക്കെ ദൈവത്തിന് പ്രസാദകരമല്ലാത്തതായി മാറും. And if we are living like the world, conformed to this world, then
our bodies are not offered to God and won't be a sacrifice that is acceptable to God. എന്നിട്ട് പറയാണ് രോഗത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. And so it says, be transformed by the renewing of your mind so that you may prove what is that good and acceptable, perfect will of നമ്മുടെ God. വിശുദ്ധ ജീവിതത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. So the basic thing that needs to change for a holy life is our mind. നമ്മൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിലെല്ലാം ഓക്കെ ആയിരിക്കും, Perhaps it is outside we are all looking good, പക്ഷെ നമ്മുടെ മനസ്സ് പലപ്പോഴും ഭയങ്കര വേഴ്സ് ആണ്. but in our mind our state is much worse. മനസ്സ് പലപ്പോഴും നമുക്ക് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയാതെ പോകാറുണ്ട്. And it is possible that the mind is in a place that is unholy. സോ നമ്മൾ ഫസ്റ്റ് പീറ്ററിലേക്ക് തിരിച്ചു വരാം. Come back to 1 Peter. 16 വാക്യത്തിൽ നമ്മൾ കണ്ടത് ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ്. In 16, verse 16 we read, be holy for I am holy. 13 വാക്യത്തിൽ നമ്മൾ കണ്ടത് ആകയാൽ, therefore ആകയാൽ എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ് ആ പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. And verse 13 it begins with the word therefore. അതിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കണ്ടു രക്ഷയെക്കുറിച്ചാണ് വായിക്കുന്നത്, പഠിക്കുന്നത്. And the context there is the salvation, the magnificence of it. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Therefore gird up the loins of your mind, be sober. പ്രിപ്പയർ യുവർ മൈൻഡ്സ് ഫോർ ആക്ഷൻ എന്നാണ് എൻ്റെ ട്രാൻസ്ലേഷനിൽ കാണുന്നത്. നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം എന്നാണ് അവിടെ കാണുന്നത്. You must become ready in your mind. സോ നമ്മൾ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. We are learning about holy life. എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കേണ്ടത് എന്നുള്ള വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. Now we are coming to the topic how we should live this holy life. ഇവിടെ നാം കാണുന്നത് നിങ്ങളുടെ മനസ്സ് അതിനു വേണ്ടി ഉറപ്പിക്കണം എന്നാണ് നാം വായിക്കുന്നത്. And here it says that you must make your mind ready. 12 റോമലേഖനം 12 അധ്യായത്തിൽ 2 വാക്യത്തിലും കണ്ട അത് തന്നെയാണ്, നിങ്ങളുടെ മനസ്സ് പുതുക്കണമെന്നാണ് നാം കണ്ടത്. And in verse Romans 12 also we read that you must transform by the renewing of your mind. So see, നമ്മളുടെ മനസ്സിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. So think about your own mind. നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? What are the thoughts that come in our mind? മനസ്സിൽ നാം ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എന്താണ്? What is the thing that comes automatically in our mind, and what are the things we need to consciously bring forth into it? നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത്, ഇന്റൻഷനലായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സ് നമ്മൾ രൂപാന്തരപ്പെടുത്തണം, റിന്യൂ ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ട്. And if we have to live a holy life, then we must transform our mind. നമുക്കറിയാം, നമ്മുടെ വണ്ടി ഇഷ്ടപ്പെടുന്നവർ എപ്പോഴും വണ്ടി സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. Those who like their vehicles, they will always maintain it by servicing it. എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കും. They will try to maintain it in a good manner. അതിന്റെ ഓയിൽ സർവീസ് സമയം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ സർവീസ് ചെയ്യും. And when the time to change the engine oil, you will get that done. ഈ ഓയിൽ സർവീസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. Just after the service, the vehicle would be very smooth to ride. കാരണം അവിടെ ഒരു റീഫ്രഷിംഗ് പ്രോസസ്സ് നടന്നിട്ടുണ്ട്. Because there has been a refreshing process that happened there. അതുവരെ ഓടിച്ച ഒരു സുഖമല്ല അത് കഴിഞ്ഞ് അങ്ങോട്ട് ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. And after some time, that pleasure of driving, it will come down. ഇതുപോലെ നമ്മളുടെ മനസ്സ് പലപ്പോഴും പലവിധമായ പാപങ്ങളും ഒക്കെ നിറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. And in the same way, our mind can also get polluted over time. നാം ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? റിന്യൂ ചെയ്തുകൊണ്ട്, റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. We must always consciously renew our mind. ഇത് നമ്മൾ ആദ്യം ഒന്നാമതായിട്ട് ചെയ്യേണ്ട, ഇന്റൻഷനലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. This is the first thing we must do intentionally. നമുക്കറിയാം, ഈ ഓട്ടക്കാര്, അത്ലറ്റ്സിനെയൊക്കെ ശ്രദ്ധിച്ചാൽ അവർ ഓട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ മനസ്സ് വളരെ കെയർഫുള്ളായിട്ടാണ് അവരിയ്ക്കുന്നത്. And if you observe the athletes who run the race, just before the race, they would be controlling their mind. അവരവിടെ ഇവിടെ നോക്കിയൊന്നുമല്ല അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കുന്നത്. And they won't be just distracted by the things happening there. അവര് ആ ready 1 2 3 പറയുന്ന ശബ്ദം
വളരെ ശ്രദ്ധിച്ചാണ്, അത് കേൾക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. Their mind is very focused on what they are going to do. They are holding themselves still for കാരണം that. ആ സമയത്ത് അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. They cannot think about other things. ചിന്തിച്ചാൽ അവരുടെ സ്റ്റാർട്ടിങ് അവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, മിസ്സാകും. And if they are distracted, they would not be able to start properly. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് അവർ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ കാണുന്നത്. And that's how much importance they give to that start. പിന്നീട് അവർ ഓടുമ്പോഴും അവരുടെ മനസ്സ് മുഴുവൻ ഫിനിഷിംഗ് പോയിന്റ് ആണ്. And while they are running, that time also they are focused on the finish ഈ line. ചുറ്റും ഒത്തിരി പേര് കൈയടിക്കുന്നുണ്ടായിരിക്കും, There is stadium, lot of things might be happening. ഒത്തിരി എൻകറേജ്മെന്റ് ഉണ്ടായിരിക്കും, ചിലർ ഒരു പക്ഷേ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ ടു ദ പോയിന്റ്, ലൈക്ക് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കി യാത്ര ചെയ്യുവാണ്. There may be some who are encouraging them, there may be some who are discouraging them, but they don't look at all of that. They are just focused on the finish line. സോ അവരുടെ മനസ്സ് പ്രിപ്പയർ ചെയ്ത് അവരുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരുടെ ആ ഓട്ടത്തിൽ നമ്മൾ കാണുന്നത്. And that's what we see. They are focused on winning that race and they have focused their mind on it. സോ നമ്മളുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ, ഓട്ടത്തിൽ നമുക്ക് ഈ ഒരു മനസ്സുണ്ടായിരിക്കണം. In our Christian life, in our Christian race, we must also have this focused mind. ചുറ്റും ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാൻ, ഫോക്കസ് പോകാൻ പാടില്ല. There can be many things that come as distractions, but we must not focus on those. നമ്മളുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് ആയിരിക്കണം. Our focus must be on where we are going to finish. അവിടെ ചെല്ലുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലായിരിക്കണം നമ്മൾ ഓടേണ്ടത്. And our race should be run with that in mind, that when we finish it, we must get the title of good and faithful servant. ഇതിൻ്റെ ഇടയ്ക്ക് പഠിത്തം ഉണ്ടായിരിക്കാം, ജോലി ഉണ്ടായിരിക്കാം, മറ്റ് തിരക്കുകൾ ഉണ്ടായിരിക്കാം, എന്റർടൈൻമെന്റ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതൊന്നും നമ്മുടെ ഈ ഓട്ടത്തെ ബാധിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സ് പ്രിപ്പയർഡ് ആയിരിക്കണം. And there may be many things that come. Our work might be there, our entertainment might be there, our friends, and all these things might be there, but it should not move us from our focus on the end. പല പ്ലഷേഴ്സ്, പാപങ്ങൾ, ലേസിനെസ്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. There are many things, pleasures and laziness and many other attractions of this world that may make us go away from this path. പലപ്പോഴും നമ്മുടെ ഫോണ് നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. Our phone has this capability of distracting our നാം mind. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ യാത്രകളിലൊക്കെ ഇന്ന് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഫോണാണ്. And this instrument that we have in our hand, it is influencing our mind in ways we do not understand. ഫോൺ ഉപയോഗിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, I'm not saying you should give up your phone. പക്ഷേ നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിന് നമ്മുടെ ഫോണോ നമ്മുടെ ഫോൺ യൂസേജോ തടസ്സമാണെങ്കിൽ അത് നാം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. But if this phone is hampering your Christian walk with God, then you must control that. കാരണം വിശുദ്ധ ജീവിതത്തിന് നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത് നമ്മുടെ മനസ്സ് അതിനുവേണ്ടി ഉറപ്പിക്കണമെന്നുള്ളതാണ്, മനസ്സിനെ റെഡിയാക്കണമെന്നുള്ളതാണ്. Because the first thing we saw is our mind, it must be transformed. മനസ്സ് റെഡിയാകാതെ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. And if we are not ready in our mind, we cannot walk this Christian walk. മറ്റുള്ളവരെ കാണിക്കാൻ ഒരുപക്ഷെ നമുക്ക് നന്നായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും, പക്ഷേ അതൊന്നും നമുക്ക് പെർമനന്റ് അല്ല, ശാശ്വതമല്ല. And it is not, the holy walk is not about something shown to others. It is for our own eternal gain that we are walking സോ this. നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ വചനത്താൽ നിറയ്ക്കുക, ആത്മാവിനാൽ നിറയുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ റിഫ്രഷ് ചെയ്യാനും വിശുദ്ധ ജീവിതം നയിക്കാനായിട്ടും നമ്മൾക്ക് സാധിക്കുന്നത്. So we can get ready in our mind only if we feed it the spiritual food and we are filling it with the Holy Spirit. ഞാൻ എപ്പോഴും ഈ ബോർഡറിൽ നിൽക്കുന്ന, I often think about our soldiers who are at the borders. എസ്പെഷ്യലി ഒരു യുദ്ധ സമയമാണെങ്കിൽ അവർ എത്രമാത്രം കെയർഫുൾ ആയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. Especially when there is a war happening, how careful they must be. ശത്രുവിന് എൻ്റർ ചെയ്യാൻ കഴിയാതെ അവരെല്ലാ പഴുതുകളും അടച്ചാണ് ജീവിക്കുന്നത്. And so they ensure that the enemy cannot enter the land from any crevice or any problem. നമ്മൾ എത്രമാത്രം നമ്മുടെ മനസ്സിനെ ആ നിലയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. How do we control the things so that we protect our mind? ഇന്നലെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച വാക്യമുണ്ട്, പറയാമോ? സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് നല്ല പഠിച്ച വാക്യം. കീപ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്, ഗാർഡ് യുവർ ഹാർട്ട് വിത്ത് ഓൾ ഡിലിജൻസ്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കുക എന്നാണ് നമ്മൾ വായിക്കുന്നത്. We must keep our heart with all diligence. സോ ആ സൈന്യം എത്രമാത്രം കെയർഫുൾ ആയിരിക്കും അവരുടെ രാജ്യത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ബോർഡറിൽ നിൽക്കുന്നത്. And the border forces, they are so careful to protect their land. അവർക്ക് അവിടെ എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല.
There's no scope for giving an excuse. വേറെ ബിസിനസ് ഉണ്ടായിരുന്നെന്നോ ഉറക്കം വന്നെന്നോ മടിയായിരുന്നെന്നോ ഇതൊന്നും അവിടെ എക്സ്ക്യൂസ് അല്ല. അവർ വളരെ കെയർഫുൾ ആയിട്ട് അവിടെ നിൽക്കണം. They cannot say anything that something happened and I had to go and attend something else. They have to handle that. നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം കെയർഫുൾ ആണ്. And how careful are we in maintaining this holy life? നമ്മൾ എത്രമാത്രം നമ്മുടെ മനസ്സിനെ നാം സൂക്ഷിക്കുന്നവരാണ്. How much diligent are we to protect our heart? നമ്മുടെ മനസ്സിലേക്ക് കയറാൻ സാധ്യതയുള്ള അശുദ്ധി എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ എത്രമാത്രം അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. And we understand that through what ways temptations can come in our mind, but how are we resisting it? സോ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ മനസ്സിനെ നമ്മൾ സൂക്ഷിക്കണം. The first thing is to control and keep diligent with your mind. രണ്ടാമത് അവിടെ വായിക്കുന്നത് നിർമ്മതരായിരിക്കണം എന്നുള്ളതാണ്. സോബർ ഇൻ സ്പിരിറ്റ്. The second thing we read is you must be sober. ഈ നോഹയുടെ കാലത്ത് ജനം സുബോധമില്ലാത്തവരായിട്ട് ജീവിച്ചു നമ്മൾ വായിക്കുന്നത്. In the time of Noah, we read that they didn't live in a sober manner. അവർക്കിഷ്ടമുള്ള വഴികളിൽ ജീവിച്ചു എന്നാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. They did as they liked. പലപ്പോഴും നമ്മൾ ദൈവമക്കളാണ്, പക്ഷേ നമ്മൾ ഒരു സുബോധമുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത്? And oftentimes we are God's children, but are we living like God's children? മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. Matthew 24. മുപ്പത്തിയാറാമത്തെ വാക്യം. അടുത്ത വാക്യം. ഇവിടെ വായിക്കുന്നത് അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ഒക്കെ പോകുന്നു എന്നൊരു ഫ്രേസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And the phrase used here is that they were eating and drinking, marrying and giving in marriage. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുമായിരുന്നു. And so they were living their lives. അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുമായിരുന്നു. The way they wanted to live, they are living. സുബോധമില്ലാതെ ജീവിക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. Here we see that they are indulging in whatever they desired, not living soberly. സുബോധമില്ലാത്ത ഒരു ജീവിതം. 1 പത്രോസ് 4:7 ഒന്ന് വായിക്കാമോ? 1 Peter chapter 4:7. അവിടെയും നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Here also we see that you must be sober and watchful. മത്തായി സുവിശേഷത്തില് 24-ാം അധ്യായത്തിൽ അതിന്റെ 42 അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് 42-ാം വാക്യം, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിക്കണം എന്ന് വായിക്കുന്നുണ്ട്. And in Matthew 24:42 we read the command being given, watch therefore, for you do not know what hour your Lord is coming. 44-ാം വാക്യം, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്ന് വായിക്കുന്നുണ്ട്. Also verse 44, you also be ready, for the Son of Man is coming at an hour you do not expect. ഇതെല്ലാം കാണിക്കുന്നത് ഒരു സുബോധത്തിന്റെ സിനോണിമസ് ആണ് ഇവിടെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. All of these words, they are talking about being sober, being ready. ഉണർന്നിരിക്കണം, ഒരുങ്ങിയിരിക്കണം എന്നാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. You must be watchful, you must be ready. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? 7-ാം വാക്യത്തിൽ അതാണ് 1 Peter 1 പത്രോസ് 4:7 വായിച്ചത്. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കുവിൻ എന്ന് നാം വായിക്കുന്നുണ്ട്. And in 1 Peter 4 you must be watchful in prayer. സുബോധമുള്ളവർ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. And those who are watchful, they will always be in prayer. എപ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ് സുബോധമുള്ള ദൈവമക്കളുടെ. സുബോധം എന്ന് പറയുന്നത് കർത്താവ് വരുന്നു, കർത്താവിന്റെ വരവിനെ ഓർത്ത് ജീവിക്കുന്നവരായിരിക്കും. And they will always be aware of
being ready for the coming of the Lord. മത്തായി സുവിശേഷത്തിൽ അതാ പറയുന്നത്, അവർ കർത്താവ് എപ്പം വരുന്നു എന്നുള്ളത് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എപ്പോഴും അതിനുവേണ്ടി റെഡി ആയിരിക്കണം, ഏത് സമയത്തും വരും, അതിനുവേണ്ടി നിങ്ങൾ റെഡി ആയിരിക്കണം എന്നുള്ള ചിന്തയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. That's what we read in Matthew, that because you do not know when he is going to come back, you must be ready, you must be watchful all the time. Again, first 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. Therefore let us not sleep as others do, but let us watch and be sober. നാം മറ്റുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കണമെന്നാണ് അവിടെ നാം കാണുന്നത്. That's the same verse, watching and being sober. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ചെന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്യുമായിരുന്നു? അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുക. When the Lord asked the disciples to pray at the Garden of Gethsemane, when he came back, what did he find disciples doing? Sleeping. കർത്താവ് എന്താ അവരോട് പറഞ്ഞേ? What did he tell them then? നിങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷേ ജഡം ബലഹീനമാണ്. That your spirit is willing, but the flesh is weak. നമുക്കെല്ലാം ആഗ്രഹമുള്ളവരാണ്. We all have this desire that we must be watchful and ready. ഇവിടെ ഇരിക്കുന്ന ആരും വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹമില്ലാത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. I don't think any one of us is not having this desire to live a holy life. എല്ലാവർക്കും ഏറ്റവും പെർഫെക്റ്റ് ഹോളി ലൈഫ് ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. We all have the desire to live a perfect holy life. പക്ഷെ നമ്മുടെ ജഡം But our flesh, ബലഹീനമാണ്. it is weak. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ആത്മാവിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നാം ചെയ്തുകൊണ്ടിരിക്കണം. And so we must prepare our mind, our spirit to be ready to live this holy life. പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. In Romans chapter 7, we see Apostle Paul also asking this question, I am a wretched man, who will free me from this wretched body? ഈ മരണത്തിന് അധീനമായ അവിടെ ഒരു ഹോപ്പ്ലെസ് ചോദ്യമാണ് പൗലോസ് ചോദിക്കുന്നത്. And that is a question that kind of shows a hopelessness. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. I desire to do good, but I don't do the things which I will to do. നമ്മളെല്ലാം നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പലപ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. But the things which we do not want to do, that is the thing which we do. നമ്മൾ ഒരു മെസ്സേജ്, ഒരു ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ വളരെ വളരെ ആവേശത്തോടാണ് ചിലപ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്നത്. And after listening to a sermon or a message, perhaps we go out with much zeal. അല്ലെങ്കിൽ രാവിലത്തെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ നന്നായി ജീവിക്കുമെന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരിക്കാം നമ്മൾ നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. And maybe in the morning we read the scripture and then we begin with living a holy life. പക്ഷേ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. But oftentimes we end up going through paths that we do not want to go. എന്നാൽ റോമലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ആത്മാവിലുള്ള ജീവിതം എന്നെ ഇതിൽ നിന്നൊക്കെ അതിജീവിക്കാനായിട്ട് സഹായിക്കുന്നു. But the next chapter in Romans 8 itself, Paul says that the spirit-filled life, that is what helps me to overcome. 37-ാം വാക്യം, ചാപ്റ്റർ 8-ാം അധ്യായം 37-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. റോമർ 8:37, നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പൗലോസ് പറയുക. And Paul says in Romans 8:37, yet in all these things we are more than conquerors through him who loved us. എന്ന് പറഞ്ഞ പൗലോസ് എന്താ ഇവിടെ പഠിപ്പിക്കുന്നത്? 7-ാം അധ്യായത്തിൽ ഒരു ചലഞ്ചാണ് പൗലോസ് പറയുന്നത്. So what is he teaching? In chapter 7 he was in a challenge, he was unable to overcome the sin. നമ്മൾ പലപ്പോഴും 7-ാം അധ്യായത്തിൽ വന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക. And we often stop at chapter 7, that is our condition. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ജയത്തിന്റെ കഥ നമുക്ക് പറയാനുണ്ട്. But there is a conquering story also in chapter 8. പറ്റത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് 7 എങ്കിൽ 8-ാമത്തെ അധ്യായം പറയുന്നത് കർത്താവിനാൽ നമുക്ക് ജയം പ്രാപിക്കാൻ സാധിക്കും. And even though chapter 7 tells us we cannot win in our own flesh by willing things, but in chapter 8 it says that through Christ we can become conquerors. So വിശുദ്ധ ജീവിതം സാധിക്കത്തില്ലെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കർത്താവിനെയാണ് ലിമിറ്റ് ചെയ്യുന്നത്. So if we say that we cannot live a holy life, you are actually limiting the Lord. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ കർത്താവ് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഒരിക്കലും പറയത്തില്ല, ഇൻസ്ട്രക്ട് ചെയ്യത്തില്ല. And so remember that the Lord will not give you a command that you are not able to follow.
അതുകൊണ്ട് നമ്മൾക്ക് ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിലും വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. So it is possible to live a holy life even in this wicked world. അതിന് ഒന്നാമത് നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക, സുബോധമുള്ളവരായിട്ട് And ജീവിക്കുക. so for that we must renew our mind and live in a sober manner. ഈ പ്രോഡിഗൽ സണ്ണിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അപ്പൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. And we read in the prodigal son story, he first runs away from his father. പക്ഷേ അവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് താൻ തിരിച്ചു വരുന്നതിന് മുമ്പ് അവിടെ ഒരു വാക്കുണ്ട്, അവന് സുബോധം വന്നപ്പോൾ തിരിച്ചു വന്നെന്നാണ് വായിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ താൻ റിപ്പൻറ്റ് ചെയ്യുന്നു, ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു, അപ്പനെ കുറിച്ച് ഓർക്കുന്നു എന്നൊരു ചേഞ്ച് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. But we see the turning point in his life comes, and it is described that he came into his right mind and he became sober and he repented and came back to his എല്ലാ father. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഹൂ അമ്മ, ഞാൻ ആരാണ്, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, എന്താണ് എന്നിൽ നിന്ന് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ ഒരു ചോദ്യം എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ട് വേണം നാം ജീവിക്കേണ്ടത്. Every morning when you get up, you must realize who you are, who is your father, and ask him what I must do today. സോ ഒന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. രണ്ടാമത്തേത്, ദൈവം നമ്മൾ വിശുദ്ധനായിരിക്കണമെന്ന് പറയുമ്പോൾ ദൈവം അതിനൊരു മോഡൽ വെച്ചിട്ടുണ്ട്. And when he says be holy, he has also given you a model to follow. നമുക്ക് ഫസ്റ്റ് പീറ്ററിലേക്ക് തന്നെ തിരിച്ചു വരാം. First Peter. പതിനാലാമത്തെ വാക്യം, 14-15 വാക്യം നമുക്ക് 14-15 വാക്യം നമുക്കൊന്ന് വായിക്കാം. Chapter 1, verse 14 and 15. ഓക്കെ, സോ ഇവിടെ ഒരു മോഡൽ ദൈവം വെച്ചിട്ടുണ്ട്. So God has given us a model here. ഒന്ന്, നിങ്ങൾ അതിന്റെ 14-ാം വാക്യത്തിൽ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത് എന്ന് പറയുന്നുണ്ട്. First thing is, in your time of ignorance, the former lusts that you have, don't conform yourself to that. എന്നിട്ട് 15-ാം വാക്യത്തിൽ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം എന്ന് വായിക്കുന്നതാണ്. And then he says, you must be holy in all of your conduct. സോ ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ട് ചെയ്യണം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. So two things. First is a negative command not to engage in the former lusts, and second is a positive command to be holy. എന്താ ഈ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? What are these former lusts that you had in your ignorance? നമ്മുടെ പഴയ കാലത്തെ കുറിച്ചാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത്. It is talking about your earlier estate. എന്ന് പറഞ്ഞാൽ ദൈവമക്കളാകാത്ത ഒരു ജെന്റൈൽ ലൈഫിനെ കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്. It is when you were not a child of God, when you were living as a natural man. മോറൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു കാലത്തെ കുറിച്ചാണ് അത് പറയുന്നത്. When we are not aware of what is this moral standard we are called to. ദൈവത്തിന്റെ വചനം ഇന്ന് കൃത്യമായി നമുക്കൊരു മോറൽ സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. And God's word is revealing his moral standard to us. മോറൽ സ്റ്റാൻഡേർഡ് പഠിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് വന്നാൽ മാത്രമേ ഇന്ന് ലോകത്ത് മോറൽ സ്റ്റാൻഡേർഡ് പഠിക്കാൻ പറ്റത്തുള്ളൂ. And if you want to understand what is the moral standard, then you must come to the standard God himself has given. നമുക്കറിയാം മൊറാലിറ്റി വളരെ വേഴ്സ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. Today there is nothing called morality in the world that is accepted as a standard. ദൈവവചനത്തിൽ വിവാഹം ഏറ്റവും മാന്യമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ വിവാഹത്തെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. The institution of marriage is given much respect in the word of God. വിവാഹത്തിന്റെ ഒരു മൊറാലിറ്റി എന്താണെന്നുള്ളത് കൃത്യമായി ജെനസിസ് ടു റെവലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. And what are the laws associated to marriage? It is given clearly in the word. പക്ഷേ അതിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആണ് ഇന്ന് മനുഷ്യൻ അല്ലെങ്കിൽ ലോകത്തിന്റെ പാറ്റേൺ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. But today that itself is being turned and the world is teaching us otherwise. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വിവാഹം ഒന്നും ഒരു വിഷയമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. And today marriage is not even a thing of importance today. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കുന്നു, അവരെ ഒന്നിച്ചാക്കുന്നു, അവർ ഒന്നായി തീരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ജെനസിസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. And we see what marriage is in Genesis. God is the one establishing. He created the male and female, and
He has made them one in marriage. എന്നാൽ ഇന്ന് അതൊക്കെ മാറിയിട്ട് ആണും ആണും വിവാഹം കഴിക്കുന്നതും പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുന്നതും ഒരാൾ പലരെ വിവാഹം കഴിക്കുന്നതും ഒക്കെയായ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. But that definition has been perverted, and today we are living in a strange time when man and man are getting married, woman and woman are getting married, and one person is married to so many people. സോ അങ്ങനെ ഒരു കൾച്ചറിലാണ് നമ്മളും നമ്മുടെ മക്കളും വളർന്നു വരുന്നത്. And this is the culture that we and our children are going to grow up in. ഇപ്പം തന്നെ അത് വളരെ നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതായിരിക്കാം നമ്മുടെ ചുറ്റും ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത്. And today this has become normalized, and gradually it is going to increase. സോ അവിടെ ഒരു പക്ഷേ നമ്മുടെ മക്കളൊക്കെ ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങളുണ്ട്. So there will be questions that arise. കാരണം അവരുടെ മുമ്പിൽ കാണുന്ന ചില നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള മോറൽ സിസ്റ്റംസ് ഉണ്ട്. And so because they would be observing it in the world, things that are normalized, അത് അവരെ സംബന്ധിച്ച് അവർക്കും അത് കോമണും നോർമലും ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ദൈവവചനത്തിന്റെ മോറൽ സിസ്റ്റം നമ്മൾ കൃത്യമായി പഠിപ്പിക്കേണ്ടതും നമ്മൾ പഠിച്ചിരിക്കേണ്ടതും. and these things are becoming normalized even from an early age to them. That is where the word of God must be given this prominence. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഞാനൊരു അഡ്വക്കേറ്റിന്റെ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. And I was listening to an interview of an advocate for preparing for a camp. അതൊരു ലേഡിയാണ്. She was a lady. അപ്പം പുള്ളിക്കാരിയോടുള്ള ഇന്റർവ്യൂവില് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചു വന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഒരു ആൻസർ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയും ഞാൻ എൻ്റെ ഭാര്യയുടെയും കൂടെയാണ് താമസിക്കുന്നത്. So she gave the answer when she was asked about her marital life. She said, I live with my husband and I live with my wife. ചോദിച്ച ആൾക്ക് പെട്ടെന്ന് എന്തോ പുള്ളിക്കാരി പറയുന്നതെന്ന് മനസ്സിലായില്ല. കാരണം ഇത് കുറച്ച് വർഷം മുമ്പ്, ഇപ്പോഴാണ് ഇച്ചിരി കൂടെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ച് വർഷം മുമ്പ് നടന്ന സംഭവം. So this was some time back, so the interviewer got confused by this answer. നമ്മളുടെ ഭാഷയെ പറഞ്ഞ പുള്ളിക്കാരി ചോദിച്ചതും ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരിയുടെ കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കും, എന്തോ ഈ പുള്ളിക്കാരി പറയുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. And so the interviewer, she was also a lady, and she was kind of confused what was this answer. അപ്പോൾ അത് ഈ അഡ്വക്കേറ്റ് മനസ്സിലായി. അതുകൊണ്ട് അഡ്വക്കേറ്റ് വീണ്ടും പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെയാണ് ജീവിക്കുന്നത്. And so she said again, I am living with my wife and I am living with my husband. അതാണ് എനിക്കിഷ്ടം. അതിനിപ്പം എന്താണെന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഉള്ളത്. And so that is how I want to live. What is your problem? സോ അങ്ങനത്തെ ഒരു കാലം ഭയങ്കര കോമണും നോർമലും ആയിക്കൊണ്ടിരിക്കുക. And we are coming to a time when everything is getting normalized. സോ ലിവിങ് ടുഗദർ, അതുപോലെ സ്വാപ്പിംഗ്, ലൈക്ക് ഭാര്യമാരെ സ്വാപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ എന്ന് പറയുന്ന പാപപ്രകൃതങ്ങൾ ഇന്ന് ഏറ്റവും അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. And the morality of this world is getting worse and worse, and strange new practices and perversions are coming up in the world. ഞാൻ റീസെൻ്റ്ലി കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, കൊച്ചിയിലൊരു ഹോട്ടലിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് വരുന്നു. അവരുടെ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ഈ സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. And this is happening even in India. In Kochi, I observed that a group of families coming together and they are swapping their partners. വീട്ടിൽ നിന്ന് വരുന്നത് സെയിം, ഒരേ കുടുംബത്തിൽ നിന്നാണ്. അതിന് ഭാര്യയും ഭർത്താവും വരുന്നത് അവർ ഒരുമിച്ചാണ്. പക്ഷെ അവിടെ വന്നു കഴിയുമ്പോൾ ഇവരെല്ലാം പലരുടെ കൂടെയാണ്. And they will come together as a family at that time, but once they have reached there, they are exchanging. നമ്മുടെ കുഞ്ഞു പിള്ളേർ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് പറയുന്നില്ല. സോ അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. So the world is going from worse to worse. പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷൻ ഇതൊക്കെ കണ്ട്, ഓഫ് കോഴ്സ് ഇതിലെല്ലാം ഒരു പ്ലഷർ ഉണ്ട്. ഇതിലെല്ലാം ഒരു നമ്മുടെ ഡോപ്പമൈൻ ഷൂട്ടപ്പ് ആകുന്ന കാര്യങ്ങളാണ് ലോകം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. And the world is trying to get your dopamine, and so that you experience pleasure to the maximum. ഈവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസ്, സ്റ്റോറീസ്, സ്റ്റേറ്റസ് എല്ലാം നമ്മൾക്ക് തരുന്ന മെസ്സേജ് റോങ് മെസ്സേജാണ്. And even if you continue to watch the reels, they will be messaging. There is a messaging that is coming in that. നമ്മൾ ഒരുപക്ഷെ ഭയങ്കര കൂളായിട്ടായിരിക്കും അതൊക്കെ കാണുന്നത്, പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഫീഡ് ചെയ്യുന്നത് റോങ് മെസ്സേജാണ്. And we might be just casually watching those reels, but there is a wrong messaging that is going to your head. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്കത് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും, പക്ഷെ അടുത്തൊരു ജനറേഷൻ ഇതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. And it's possible that you may be able to filter it out, but there will be a next generation who won't be
having the ability to filter it out. എനിക്ക് കുറേ എക്സാമ്പിൾസ് ഓർമ്മ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. So there are a lot of examples, but I cannot go through all of them right now. അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. ഇന്ന് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള മോഹങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാതൃകയാക്കി ജീവിക്കുന്ന ദൈവജനം എന്ന് പറയുന്നവരെ കാണാൻ സാധിക്കുന്നുണ്ട്. You must not engage in the former lusts, the desires that you had in your ignorance as children of God. ദൈവജനം എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ സോ കോൾഡ് ഗോഡ്സ് പീപ്പിൾ എന്ന് പറയുന്നവർ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. And it is even people who profess to be God's children, their lifestyle is also being described സോ here. അങ്ങനെ ആകരുത്. പിന്നെ എങ്ങനെ ആയിരിക്കണം? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം. So how should you be? You must be holy in all of your conduct. സോ ഓൾ അത് നമ്മൾ പ്രത്യേകം എടുത്ത് നമ്മൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ വിശുദ്ധി കീപ്പ് ചെയ്യേണ്ടത്, എല്ലാ മേഖലയിലും നമുക്ക് വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റണം. And so here the word all your conduct, it means it's not just one area of your life, all areas of your life must be holy. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, നമ്മുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, ചർച്ച് ലൈഫ് ആയിക്കോട്ടെ, സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, എല്ലാ നടപ്പും നാം വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. So all facets of your life, whether you are studying, whether you are working in an office, your family life, your church life, your behavior in society, in every facet of your life, it must be holy. ചിലപ്പോൾ നമ്മൾ സഭയിൽ നമുക്ക് നല്ലൊരു വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റും, പക്ഷേ കുടുംബത്തിൽ നമുക്ക് വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റാത്തവരുണ്ട്. Perhaps you can maintain a holiness in your church behavior, but you cannot have that in your family life. ചിലപ്പോൾ കുടുംബത്തിൽ നല്ല വിശുദ്ധി നമ്മൾ സൂക്ഷിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. Maybe you are having a good family life, but when you come to your office, you are not able to live in a proper way. ദൈവം വെച്ചിരിക്കുന്ന മോഡല് എല്ലാ മേഖലയിലും ഒരുപോലെ വിശുദ്ധി സൂക്ഷിക്കണമെന്നാണ്. So God's model is you must be holy in all of your conduct. ചിലർ പരസ്യ ജീവിതം ഓക്കെയാണ്, പക്ഷേ രഹസ്യ ജീവിതം വളരെ വേഴ്സാണ്. Some have a public life that is very good, but in their private life it is very bad. ഞാൻ ഒത്തിരി പേരുമായിട്ട് കൗൺസിലിങ്ങും പേഴ്സണലായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ ആണ് അവരുടെ പേഴ്സണൽ, അവരുടെ സീക്രട്ട് ലൈഫ്. And in the course of counseling over the years, I have discovered that many people are struggling through in their personal private life. മിനിസ്ട്രി ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ പേഴ്സണൽ ലൈഫിൽ ഭയങ്കര സ്ട്രഗിളിംഗ് ആണ്. They are very active in church doing ministry, but in their personal life there is a lot of struggling. ബ്ലെയിം ചെയ്യുമല്ല, പക്ഷെ സ്ട്രഗിൾ ചെയ്യുവാണ് അവർക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. അവർ ആ ഹിപ്പോക്രസിയിൽ അങ്ങ് വളർന്ന് അതങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടിരിക്കുവാണ്. And they are living in a very two-faced life, and they are struggling on the inside, but they are acting as if everything is okay outside. എന്നെ വളരെ ദുഃഖിപ്പിച്ച ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പുണ്ടായി. Very saddening people, you have to bear the consequences of our own sin. ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് മാത്രമേ കൗൺസിലേഴ്സിന് സഹായിക്കാൻ പറ്റത്തുള്ളൂ. And how to handle this is what counselors can അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും, ബട്ട് സ്റ്റിൽ കോൺസിക്വൻസസ് വിൽ ഫോളോ. അത് പരിണിത ഫലങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. We can only help you to recover from that, but you have to face the consequence. ഒത്തിരി കുടുംബങ്ങൾ, ഒത്തിരി യങ് ജീവിതങ്ങൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് അവരുടെ ജീവിതങ്ങളൊക്കെ ഇല്ലാണ്ടായി തീർന്നിട്ടുണ്ട്. There are many young couples, because of the lack of holiness in their life, their lives have become miserable. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്, എല്ലാം നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. I just mentioned this because of we must understand the seriousness of this problem. ബൗണ്ടറീസ്, അതിർവരമ്പുകൾ വരയ്ക്കേണ്ടിടത്ത് നമ്മൾ വരച്ചിരിക്കണം. Then we must maintain the boundaries where they must be maintained. Guard your heart. നിങ്ങളുടെ ഹൃദയങ്ങളെ വളരെ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. And you must guard your heart very diligently. പിശാചിന് ഇടം കൊടുക്കരുതെന്ന് നമ്മൾ വായിക്കുന്നു. And don't give any chance to the devil. ഇടം കൊടുത്താൽ പിന്നെ നമ്മുടെ ഫുൾ സ്പേസും പിശാച് കൊണ്ടുപോകും. If you just give him a foothold, he will take the entire. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന മോഡൽ എന്താണെന്നറിയാമോ? ലോകം തരുന്ന മോഹങ്ങളിൽ അനുരൂപപ്പെടാതെ ദൈവം പഠിപ്പിച്ചു തന്ന എല്ലാ വിശുദ്ധിയും എല്ലാ മേഖലയിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടി വരാം. And so the model that God is giving us is that you must maintain a holy conduct in all
of our conduct. ഇനിയും ഈ വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെ പറഞ്ഞ് ഞാൻ ഈ സെഷൻ ക്ലോസ് ചെയ്യാം. I want to also give a motivation why we should live this holy life. 17-18 വാക്യങ്ങളൊന്ന് വായിക്കാം. 17, 18, 19. 1 Peter 1, 17, 18, 19. ഓക്കെ, സോ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മോട്ടിവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. So we can see a motivation why we should live a holy life. ഒന്ന്, ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. First thing you must realize that God is a God who judges. നാം എപ്പോഴും സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കേൾക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. We always like to hear about a God who loves. കരുണയുള്ള, ക്ഷമിക്കുന്ന ആ ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾക്ക് കേൾക്കുവാൻ ഇഷ്ടം. And we love to hear about God, how He is persevering and merciful. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ വളരെ കൃത്യമായി ന്യായം വിധിക്കുന്ന, ഇടപെടുന്ന, ശിക്ഷിക്കുന്ന, ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. But the word of God also tells that God is a God who judges, God who disciplines. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവാസകാലം എത്ര ഭയത്തോടെ കഴിക്കണം. And if you call on the Father who without partiality judges according to each one's work, conduct yourself in fear. ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. There's nothing that is hidden from Him. ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു വെക്കാനും പറ്റത്തില്ല. And you cannot hide anything before Him. ആദാമും ഹവ്വയും ഒളിച്ചിരുന്നു, പക്ഷേ ദൈവം അവിടെ നിങ്ങൾ എവിടെ എന്ന് ചോദിച്ച് അവർ അടുക്കിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. And Adam and Eve, they tried to hide themselves from God, but God comes asking, where are you? ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അശുദ്ധി നമുക്ക് ഒളിപ്പിച്ചു വെക്കാം. Perhaps in our heart we can hide some evil thought. നമ്മുടെ ഫോണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാം. You can protect some things, hide things in your phone. നമ്മുടെ ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാം. You can hide things from your parents, from your spouse. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സകലതും ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ കണ്ണിൽ നഗ്നവും മലർന്നും കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. But you must remember that you must one day give an account to God who knows everything. അങ്ങനെ ഒരു ദൈവത്തെ നാം ദൈവമെന്ന് വിളിക്കുന്നെങ്കിൽ, അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെങ്കിൽ, ആ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നാം എത്ര ഭയത്തോടെയാണ് ജീവിക്കേണ്ടത്. And if you have that conviction in your life that you are living before such a God, how would you conduct your life? ആ ഭയം നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കണം. That is the fear of God that should lead to holiness. ആ ഭയത്തിന് മാത്രമേ നമ്മളെ വിശുദ്ധിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. And that fear of God is what leads you to holiness. ഈ ഭയമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. And this is the fear that must be there in us. നമുക്ക് ഈ ദൈവഭയം ഉണ്ടോ? Do we have the fear of God? സുബോധമുണ്ടെങ്കിൽ ഭയം ഉണ്ടാവും. If you are sober minded, you will have this fear. സുബോധമുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവും. And if you are sober minded, you will always think about Christ. സുബോധമുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ പ്ലഷർ ഒക്കെ താൽക്കാലികമാണ്, നാം കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നവരാണെന്നുള്ള ചിന്തയുണ്ടാകും. And if you're sober minded, you will realize that the pleasures of this world are all fleeting and we are going to the Lord. സോ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഈ പ്രവാസകാലം, ഈ ഷോർട്ട് പീരീഡ്, ഈ ക്ഷണനേരത്തേക്കുള്ള ജീവിതം എത്ര കെയർഫുൾ ആയിട്ട്, എത്ര വിശുദ്ധിയോടെ ജീവിക്കേണ്ടതാണെന്ന് മനസ്സിലാകുന്നത്. And if you live like that, that is when this short time, that throughout the time of your stay here, we would be living in fear. ഒന്ന്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. So first thing, there is a God who is a judging God, therefore conduct your time here in fear. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണം. Because there is a holy God who judges, therefore we must live holy life. അടുത്ത് നമ്മൾ കാണുന്നത് വൃത്തവും പ്രതൃ പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. And the second thing it talks about is that you were not redeemed with corruptible things like silver or gold, but by the precious blood of Christ. ഒന്ന്, നിങ്ങളുടെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയണം.
First, you must realize that God judges. രണ്ട്, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ച ദൈവമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Second, you must realize that this God has redeemed you. നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നും വെള്ളിയും കൊണ്ടൊന്നും അല്ല നിങ്ങളെ And വീണ്ടെടുത്തിരിക്കുന്നത്. He is not redeemed by silver or gold. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് എന്റെ രക്തം ചൊരിഞ്ഞിട്ടാണ്. And He has redeemed you by giving His own precious എന്റെ blood. രക്തം എന്തിനു വേണ്ടിയിട്ടാ ചൊരിഞ്ഞത്? Why did I shed my blood? നിങ്ങളുടെ പാപത്തിന്റെ കറകളെ കഴുകി കളയുവാനാണ് ഞാൻ എന്റെ രക്തം ചൊരിഞ്ഞത്. It is to wash away your sins. നാം എല്ലാ സൺഡേയും വന്ന് ദൈവത്തെ ഓർക്കുമ്പോൾ നാം എന്താ മനസ്സിലാക്കേണ്ടത്? എന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ ഒരു കർത്താവിനെയാണ് നാം ഓർക്കുന്നത്. Every Sunday when we come to remember that, what are we remembering? That He has washed away our sins. ആ കർത്താവിനെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ആരാധിക്കേണ്ടത്, വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെ നാം ദൈവത്തെ ആരാധിക്കേണ്ടിവരാണ്. We must worship Him not just with our words but with our holy lives. സോ രണ്ട് തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. ഒന്ന്, ന്യായം വിധിക്കുന്ന ദൈവവും, രണ്ട്, നമ്മളെ രക്ഷിച്ച ദൈവവും. First is that He is a judging God. The second is that He has redeemed us. ഈ നമ്മൾ വളരെ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനത്തെ എത്ര മാത്രം കെയർഫുൾ ആയിട്ടായിരിക്കാം നമ്മൾ സൂക്ഷിക്കുന്നത്. And if you have really spent a lot of money to buy something, how carefully you take care of it. അതിനെന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ ഹൃദയം വേദനിക്കും. Because if anything goes wrong with that, you feel the pain. ഒരു പക്ഷേ നമ്മുടെ മക്കളെ എടുക്കാം നമുക്ക്. Let's take the example of our അവർക്ക് ഒരു kids. പനി വന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു വിഷമമുണ്ട്. Just if they fall sick, there is a pain that we feel. അത് ഓരോ മുറിവുകളുടെയോ രോഗങ്ങളുടെയോ പ്രയാസങ്ങളുടെയോ ഡെപ്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ വേദനയുടെ ഡെപ്ത് കൂടും. And the more they are in trouble, the more their injury or sickness, the more will be our pain. എൻ്റെ ജീവിതത്തിൽ വീണ്ടും പാപത്തിന്റെ കറകളൊക്കെ പറ്റിപ്പിടിക്കുമ്പോൾ എൻ്റെ പിതാവ്, എൻ്റെ രക്ഷകന് അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. And when we are again and again going sick with sin, imagine the pain that the Father would be feeling. നാം പാപത്തിന്റെ വഴികളിലേക്ക് വീണ്ടും പോകുമ്പോൾ ദുഃഖിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണണം. And if we are going through sin, you should see the sadness that God Himself is feeling. പക്ഷെ ദൈവം അവിടെയും നമുക്ക് പ്രൊവിഷൻ തരുന്ന, സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്ന് നാം മനസ്സിലാക്കണം. But you must understand that even in that time, God is loving us. ദൈവം എപ്പോഴും നമ്മളെ പുറകിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. He is calling you. ഇന്നും ഒരുപക്ഷെ വിശുദ്ധിയെക്കുറിച്ച് നാം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു അശുദ്ധി ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ്. And today, if you are hearing this call to a holy life, it might be to remove some holiness in your life. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ്. Because God desires that His children, they must be holy. എൻ്റെ മക്കൾ ഒരിക്കലും ഒരു അശുദ്ധിയുടെ കറമായിട്ട് എൻ്റെ അടുക്ക വരാൻ പാടില്ല. And there must not be any stain of sin in their life. അതുകൊണ്ടാണ് ഫസ്റ്റ് ജോണിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ആരെങ്കിലും പാപം ചെയ്ത് പോയാൽ എന്ത് ചെയ്യണം? That's why we read in 1 John, if anybody has sinned, 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, പാപം ചെയ്തു പോയാലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. that's chapter 2 verse 1, these things are right to you so that you may not sin. And if anyone sins, we have an advocate with the Father. ഇതിനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്. This is not a license to sin. എങ്ങാനും ചെയ്തു പോയാൽ ഉള്ള പ്രൊവിഷനാണിത്. It is a provision for those in case they have sinned. ഞാൻ സാധാരണ ഞങ്ങളുടെ ചാപ്പലിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ പറയാറുണ്ട്, എല്ലാ ദിവസവും ചാപ്പൽ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. And in our chapel, I give this instruction that every day you must make it a point to come here. ഇൻ കേസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്തിട്ട് ലീവ് എടുക്കാം. And in case you are not able to attend, you can inform and take leave. അതിൻ്റെ അർത്ഥം എല്ലാ ദിവസവും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ലീവ് എടുക്കാനല്ല. So the purpose of that provision is not to keep on informing every day that you won't be coming. അതിൻ്റെ അർത്ഥം ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കേസ് വന്നാൽ പറഞ്ഞിട്ട് ലീവ് എടുക്കാം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. It is only a provision for taking a leave when there is a emergency. എനിക്ക് പാപം ചെയ്താൽ ക്ഷമ ചോദിച്ചാൽ ദൈവം ക്ഷമിക്കുമെന്നുള്ളത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. And because this provision is there that God would forgive whenever I confess my sin, it doesn't mean you have a license to sin. പക്ഷേ പാപം ചെയ്തു പോയാൽ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾ ഉടനെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിരപ്പ് പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. But if in case a sin is happening in any of your
ways, through your hand, through your eyes, through your words, if you have sinned, that you must confess it to Him. എത്ര വലിയ പാപമാണെങ്കിലും കൺഫസ് ചെയ്താൽ ക്ഷമിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. And no matter how grave that sin is, He has promised that if we confess Him, then He will forgive us. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചെയ്തതിന് ചിലപ്പോൾ കോൺസിക്വൻസസ് ഉണ്ട്, ചിലപ്പോൾ നല്ല കോൺസിക്വൻസസ് ഉണ്ട്, പക്ഷേ കർത്താവ് നമ്മുടെ പാപം ക്ഷമിക്കുന്ന കർത്താവാണ്. Our God, He is a God who forgives our sins, even though there will be consequences for your sin. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയോടെ ഭയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്ന ഒരു ദൈവജനമായിരിക്കണം നമ്മൾ. We must be His children, God's people who are living in fear. ഞാൻ വേഗം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. I'll close with one more നമ്മുടെ point. വിശുദ്ധ ജീവിതത്തിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളത് വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്താം. What are the challenges we face for holiness? ഒന്ന് നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്. First is of the flesh that we are living in. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. That's what we saw in Romans 7. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വലിയൊരു ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധിയിലേക്ക് എത്താൻ പറ്റാത്തത്? And we may feel this burden. Why, Lord, we are not able to reach that level of ഒരു holiness? ചലഞ്ച്, ഒരു പ്രയാസം എന്ന് പറയുന്നത് നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നുണ്ട്, പാപം സിൻഫുൾ നേച്ചർ ജീവിക്കുന്നുകൊണ്ടാണ്. We are living in this flesh that is sinful in nature. രണ്ട്, ലോകത്തിന്റെ ഒരു വലിയ ഇൻഫ്ലുവൻസ് നമുക്കുണ്ട്. Second, there is an influence of this world from outside അതിനെ നാം നേരിടേണ്ട ആവശ്യമുണ്ട്. that we need to resist. 1 യോഹന്നാനിൽ വായിക്കുന്നുണ്ട്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇത് നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക. The lust of the eyes, the lust of the flesh, and the pride of life, these are always contrary to us. ഇതൊരു സ്പിരിച്വൽ മെച്യൂർ പേഴ്സണ് മാത്രമേ ഇതിനെ അതിജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. And only a spiritually mature person can overcome this. 3, പിശാചിന്റെ ഓപ്പോസിഷൻ എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുക. There will always be opposition from Satan. 1 പത്രോസ് 5:8 ഒന്ന് വായിക്കാമോ? 1 Peter chapter 5 verse 8. ആ ആ അപ്പൊ പിശാച് എപ്പോഴും നമ്മുടെ ചുറ്റും ഇങ്ങനെ നടക്കുവാണ്. ആരെയാണ് എൻ്റെ കസ്റ്റഡിയിൽ ആക്കേണ്ടത് എന്ന് പറഞ്ഞ് പിശാച് ഇങ്ങനെ നടക്കുക. The devil walks about like a roaring lion, seeking whom he may devour. ആൻഡ് പിയർ പ്രഷർ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒരു വലിയ പ്രഷർ നമുക്കുണ്ട്. And then we have peer pressure from the world. സോ ഇതെല്ലാം നമ്മുടെ വിശുദ്ധിക്ക് ചലഞ്ചസ് ആയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യങ്ങളാണ്. These are all challenges to a holy life. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്കിടയായി തീരണം. But we must be able to overcome all of these temptations and live a holy life. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? For that, what must we do? അതാണ് നമ്മൾ റോമാലേഖനം 12 കണ്ടത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ജീവിക്കണം. That's what we read in Romans 12, that you must transform your mind. Do not be conformed to this world. സൺഡേ മാത്രമല്ല, എവ്രിഡേ എല്ലാ ദിവസവും നമ്മുടെ മനസ്സിനെ പുതുക്കി ഡെയിലി ഒരു സറണ്ടർ നമ്മൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. Every day, it's not just for Sunday, it's every day that we must surrender our minds to Him. ഇന്നലെ നമ്മൾ അതാ കേട്ടത്, നമ്മളെ തന്നെ ത്യജിച്ച് ക്രൂശ് എടുത്ത് കർത്താവിനെ ഡെയിലി എല്ലാ ദിവസവും കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് ജീവിക്കണം. We must deny ourselves and take up our cross daily. സ്പിരിച്വൽ ഡിസിപ്ലിൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. This must be our spiritual discipline. നമുക്കറിയാം, നമ്മുടെ ഹെൽത്തിനെ ബിൽഡ് ചെയ്യാനായിട്ട് പല ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് എപ്പോഴും പറയാറുണ്ട്. We often talk about taking care of the body to maintain its health. അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ, സ്പിരിറ്റിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ ഡിസിപ്ലിൻസ് ഉണ്ടായിരിക്കണം നമുക്ക്. And in the similar way, to maintain our spiritual health, there must be disciplines. ഇതെല്ലാം ഉപരിയായിട്ട് സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്, ആത്മനിറവിൻ്റെ കൃപയുടെ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുന്നത്. And only if we do this, we'll come to the stage of a spirit-filled life. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. Just as I am holy, you must be ആ holy. സ്റ്റാൻഡേർഡ് ആയിരിക്കട്ടെ നമ്മുടെ സ്റ്റാൻഡേർഡ്. Let that be our standard. നമ്മുടെ സഭയുടെ സ്റ്റാൻഡേർഡ് അല്ല, നമ്മളെ ചുറ്റും കാണുന്നവരുടെ സ്റ്റാൻഡേർഡ് അല്ല. ദൈവം എന്ത് സ്റ്റാൻഡേർഡാണോ നമുക്ക് വെച്ചാൽ ആ സ്റ്റാൻഡേർഡ് നമുക്ക് ജീവിക്കാം. It is not the standard of the people we live amongst, it is God's standard that we must look at. ദൈവം നമ്മെ സഹായിക്കട്ടെ. May God's name be glorified. All to Jesus I surrender, all to Him I freely give. I will ever love and trust Him in
പകൽക്കാലം നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാൻ, നമ്മുടെ മനസ്സ് എപ്രകാരമാണ് എന്നുള്ളത് നമ്മെ തന്നെ പരിശോധിക്കാൻ. നാം യോഹന്നാൻ ലേഖനത്തിൽ വായിക്കുന്ന പോലെ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അത്രമാത്രം നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ, അല്ലെങ്കിൽ ആ ദൈവത്തെ അറിയുവാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നമുക്ക് ജീവിപ്പാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ പരിശോധിച്ച് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ ചിന്തകൾ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇപ്പോൾ നമുക്ക് ടീ ബ്രേക്കിനായിട്ട് പിരിയാം. 11:45 11:45 വരെയുള്ള സമയം നമുക്ക് ടീ ബ്രേക്കിനായിട്ട് പിരിയാം. 11:45 എല്ലാവരും ഇവിടെ വന്ന് നമുക്ക് പാട്ടുകൾ പാടി ആരംഭിക്കാം. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ലഞ്ചിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുതി ഇവിടെ ഒരു ബോക്സ് വെക്കുന്നതായിരിക്കും, അതിലിടണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. പേപ്പറും പേനയൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വിഷയമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ പറയാമല്ലേ ഓക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ഇടുക. പ്രിയ ദേവദാസന് അതിന് ആൻസർ ദൈവം കൊടുക്കുന്ന കൃപയ്ക്ക് അനുസരിച്ച് പറയുന്നതായിരിക്കും ഉച്ച കഴിഞ്ഞുള്ള സെഷൻ. അപ്പോൾ കഴിയുന്നവരെല്ലാവരും ഇപ്പോൾ തന്നെ ആ കാര്യം ശ്രദ്ധയോടെ ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഫിലിപ്പങ്ങൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, വീണ്ടും ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന തിരുവചനത്തിന് ശ്രവിപ്പാനോട് ഞങ്ങളെ സഹായിച്ച കൃപയോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇങ്ങനെയൊരു ദിവസം ഞങ്ങളുടെ പ്രിയ സഹോദരനോടൊപ്പം ആയിരിക്കാൻ കർത്താവെ കഴിഞ്ഞ 2 ദിവസവും ഇന്നും ആയിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിച്ച വിധങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ എങ്ങനെ വിശുദ്ധിയുള്ളവരായി ജീവിപ്പാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ഞങ്ങൾക്ക് പറഞ്ഞ് തന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ എത്രമാത്രം ഏതു വിധത്തിലായിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി ശോധന ചെയ്യുന്നതിന് ഇതുമൂലം അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആണെങ്കിൽ തന്നെയും ഒരിക്കൽ കൂടി ശോധന ചെയ്തുകൊണ്ട് വീഴ്ച സംഭവിച്ച ഇടങ്ങളിൽ അത് തിരുത്തി മുമ്പോട്ട് പോകാനുള്ള കൃപയും പ്രാപ്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയോട് ചേർന്ന് അടുത്ത് ജീവിക്കുന്നൊരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയോട് ചേർന്ന് അങ്ങയോടൊപ്പം ആയിരിക്കുന്ന ഒരവസ്ഥയിൽ ആണെങ്കിൽ കർത്താവെ വിശുദ്ധിയോട് ജീവിപ്പാൻ കഴിയും എന്നുള്ള കാര്യവും ഞങ്ങൾക്ക് ഓർക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ഇടയാക്കിയതോർത്ത് വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമകനെ കൊടുത്തിരിക്കുന്ന എല്ലാവിധ കഴിവുകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്നുള്ള നാളുകൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കർത്താവെ അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. താൻ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും എല്ലാം അവിടുന്ന് ഈ നാളുകളിൽ മാനിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ പ്രാപ്തിയും കഴിവും ബുദ്ധിയും ജ്ഞാനവും നൽകി അനേകരെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂട്ടിവരുത്തുന്നുള്ള കൃപ തുടർന്നും അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇന്ന് കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ഒരു വിശുദ്ധ ജീവിതം ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ എങ്ങനെ ജീവിക്കാം എന്നൊരിക്കൽ കൂടി ഞങ്ങളെ ഓർപ്പിച്ചതിനായി വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകൾക്കായും സ്തോത്രം. അടുത്ത സെഷന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടെ ഞങ്ങൾക്ക് പ്രാർത്ഥനയോട് കൂടി ഇരുന്ന് കേൾക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായ സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച് വീണ്ടും വരുന്നതിനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.